ബോർഡ് കരിഞ്ഞു പോയതുകൊണ്ടോ പാർട്സുകൾ കിട്ടാനില്ലാത്തതുകൊണ്ടോ ഇനി ഒരു കൊതുക് ബാറ്റ് പോലും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരില്ല. കേടായ എല്ലാത്തരം കൊതുക് ബാറ്റുകളും എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഏതൊരു സാധാരണക്കാർക്കും നന്നാക്കി എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. നമുക്കിവിടെ കേടായ ഒരു കൊതുക് ബാറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ നിന്നും ഒട്ടും തന്നെ സ്പാർക്ക് ചെയ്യുന്നില്ല, അതായത് ഈ ഒരു ബാറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ നന്നാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഇത്തരം മോസ്കിറ്റോ ബാറ്റുകളിൽ 3 നെറ്റുകളാണ് ഉണ്ടായിരിക്കുക. അതിൽ 2 വശങ്ങളിലുള്ള നെറ്റുകൾ ഒരേ കണക്ഷനും നടുവിലുള്ള കണക്ഷൻ അതിൻ്റെ മെയിൻ കണക്ഷനുമാണ്. ഈ വശങ്ങളിലുള്ള നെറ്റിലേക്ക് ഈ നടുവിലെ നെറ്റുമായിട്ട് കണക്ഷൻ വരുമ്പോഴാണ് അവിടെ സ്പാർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രാണികളൊക്കെ കുടുങ്ങി കഴിഞ്ഞാലാണ് അത് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു പുറത്തുള്ള നെറ്റും നടുക്കുള്ള നെറ്റും തമ്മിൽ ടച്ചായി കിടന്നു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഈ നെറ്റ് എവിടെയെങ്കിലും ടച്ചായിട്ട് കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കേടുപാടുകൾ എങ്ങനെ പരിഹരിക്കാമെന്ന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ നെറ്റുകൾ കൂട്ടിമുട്ടിയ തകരാറല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് ബാറ്റ് അഴിച്ചു നോക്കാം. ഈ നെറ്റുകൾ കൂട്ടിമുട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉള്ളിലുള്ള എന്തെങ്കിലും തകരാറ് കൊണ്ടായിരിക്കും ഇത് വർക്ക് ചെയ്യാത്തത്. ഇത്തരത്തിലുള്ള കൊതുക് ബാറ്റിനകത്ത് ആകെയുള്ളത് ഇതുപോലൊരു ബോർഡും ഒരു ബാറ്ററിയും മാത്രമാണ്. പിന്നെ ഇതിലേക്ക് സപ്ലൈ, അതായത് ചാർജിങ്ങിന് വേണ്ടിയിട്ട് സപ്ലൈ കണക്ട് ചെയ്യുവാനുള്ള ഒരു കണക്ടറും മാത്രമാണ് ഈ ഒരു മോസ്കിറ്റോ ബാറ്റിനകത്ത് ഉള്ളത്. ഇത്തരം ബാറ്റുകളിൽ ഉപയോഗിക്കുന്നത് 4 വോൾട്ടിൻ്റെ സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററികളാണ്. ഇത് 0.5 ആംപിയറിൻ്റെതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫുൾ ചാർജ് ചെയ്തിട്ടും ബാറ്റ് തീരെ ചാർജ് നിൽക്കുന്നില്ലെങ്കിൽ ഈ ബാറ്ററി വാങ്ങിയിട്ട് മാറ്റിയിട്ടാൽ മതി. ഈ ബാറ്റിനകത്തുള്ള ബാറ്ററി നല്ല ചാർജ് ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ബാറ്ററി മാറ്റിയിടേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്ക് ഈ ഒരു ബോർഡിലാണ് പ്രശ്നമുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബോർഡൊന്ന് അഴിച്ചു നോക്കാം. ഇത്തരം കൊതുക് ബാറ്റുകൾ അഴിച്ചു പണിയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലെ നെറ്റിലേക്ക് പോകുന്ന കണക്ഷനൊക്കെ ഉള്ളിലൊക്കെ വിട്ടുപോയ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിലുണ്ടായിരുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള കപ്പാസിറ്ററിലൊക്കെ ചാർജൊക്കെ ഉണ്ടായിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യം ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്ററിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഷോക്ക് അടിക്കും. നെറ്റിലേക്ക് ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കപ്പാസിറ്ററാണ്. ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ 2 ലെഗുകളൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ചാർജ് ഉണ്ടെങ്കിൽ അത് ഡിസ്ചാർജ് ആയി പോകുന്നതാണ്. ഇത്തരം ബാറ്റുകളിൽ പ്രധാനമായിട്ടും കേടാകാറുള്ളത് ഇതിൻ്റെ ഒരു ട്രാൻസിസ്റ്റർ, അതുപോലെ ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ അങ്ങനെയുള്ളവയൊക്കെയാണ്. ഇതിൽ പല പാർട്സുകളും നമുക്ക് അവൈലബിൾ അല്ല. ചിലപ്പോൾ ചില നമ്പർ ട്രാൻസിസ്റ്ററുകളൊക്കെ നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ അപ്പോഴും ഈ ഒരു ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തകരാറുകളുണ്ടെങ്കിൽ അതൊക്കെ മൾട്ടിമീറ്ററൊക്കെ ഇല്ലാത്തവരെ സംബന്ധിച്ച് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക ശ്രമകരമായ ജോലിയായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഈ എല്ലാത്തരം ബാറ്റുകളുടെയും പല മോഡലുകളിലുള്ള ബോർഡുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത്രയും മോഡൽ ബോർഡുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കേടായ ബാറ്റിൻ്റെ ബോർഡ് അഴിച്ചെടുത്ത് അതുമായിട്ട് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്ക്രൂ ഹോളും ഫിറ്റിങ്ങുകളും ഒക്കെയുള്ള ബോർഡുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് പഴയതുപോലെ കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ടോർച്ചൊക്കെയുള്ള ബാറ്റിൻ്റെ ഒരു ബോർഡാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതുപോലെ എല്ലാത്തരം ബാറ്റിനും പറ്റിയ രീതിയിലുള്ള ബോർഡുകൾ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചൊക്കെ ഒരു ഐഡിയ ഉള്ളവർക്ക് അതിൻ്റെ കണക്ഷനുകൾ നോക്കി മനസ്സിലാക്കി അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബാറ്റ് വേണമെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കേടായ ബാറ്റിന് കണക്കായിട്ടുള്ള ബോർഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. യാതൊരുവിധ വ്യത്യാസവുമില്ല. അതേ കണക്ഷൻ അതുപോലെ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ബാറ്റിന് വേണ്ടിയിട്ട് ബോർഡ് വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ബോർഡിൻ്റെ കളറിനോ കമ്പോണൻസിൻ്റെ കളറിനോ ഒക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആകെ നോക്കേണ്ടത് ഇതിൻ്റെ സ്ക്രൂ ഹോളും സ്വിച്ചും ഒക്കെ വരുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ടാണെങ്കിൽ ആ ഒരു ബോർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കറക്റ്റായിട്ടുള്ള ബോർഡ് തന്നെ കിട്ടിയത് കൊണ്ട് നമുക്ക് അധികം പണിയൊന്നുമില്ല. ഇതിൽ നിന്നുള്ള കണക്ഷനുകൾ അതുപോലെ രണ്ടാമത്തെ, അതായത് പുതിയ ബോർഡിലേക്ക് എടുത്തു കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാം AC കൊടുക്കുവാനുള്ള കണക്ഷനും ബാറ്ററി കൊടുക്കുവാനുള്ള കണക്ഷനും ഒക്കെ ബോർഡിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിലെ ബാറ്ററിയുടെ 2 കണക്ഷനുകളും വേർപെടുത്തി അത് മാറ്റി വെക്കുകയാണ്. അതിൽ തമ്മിൽ ടച്ചാകാത്ത രീതിയിൽ മാറ്റി വെക്കുക.
ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ അവസാനമാണ് കൊടുക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് നെറ്റിൻ്റെ കണക്ഷനും അതുപോലെ ചാർജിങ്ങിൻ്റെ ഇൻപുട്ട് കണക്ഷനും എല്ലാം സോൾഡർ ചെയ്യാം. ഇപ്പോൾ ഞാൻ നെറ്റിലേക്കുള്ള 2 കണക്ഷനുകളും സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കുവാനുള്ളത് AC ഇൻപുട്ട് ചാർജിങ്ങിൻ്റെ കണക്ഷനാണ്. അതുകൂടി കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാറ്ററി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ബാറ്ററി ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഷോർട്ടായി കഴിഞ്ഞാലൊക്കെ ബോർഡ് കംപ്ലൈൻ്റ് ആകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ചാർജിങ് ഇൻപുട്ടും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്ററിയാണ് കൊടുക്കുവാനുള്ളത്. ബാറ്ററിയുടെ കണക്ഷനും ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് പോസിറ്റീവും നെഗറ്റീവും മാറാതെ തന്നെ കൊടുക്കണം. അത് മാറിക്കൊടുത്തു കഴിഞ്ഞാലും ബോർഡ് കേടാവും. ഇപ്പോൾ നമ്മൾ ബാറ്ററിയുടെ 2 കണക്ഷനും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡൊക്കെ യഥാസ്ഥാനത്ത് വെച്ച് സ്ക്രൂ ചെയ്ത് ഇതൊന്ന് അടച്ചു കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ബോർഡിൽ ഒരു കാരണവശാലും ടച്ച് ചെയ്യരുത്. ഇതിൽ ഹൈ വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷോക്ക് അടിക്കും. ചെറിയ ബാറ്ററി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഔട്ട്പുട്ട് നമുക്ക് നല്ല ഷോക്ക് അടിക്കാനുള്ള അത്രയും തന്നെ വോൾട്ടേജ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ കേസ് അടക്കുമ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ അതാത് ഹോളിൽ തന്നെ വരുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ അടക്കണം. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ബാറ്റ് അടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് നമ്മുടെ ബാറ്റ് വളരെ നന്നായിട്ട് തന്നെ പൊട്ടുന്നുണ്ട്. നല്ല സ്പാർക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ബോർഡ് മാറ്റിയതോടുകൂടി നമ്മുടെ ബാറ്റ് വീണ്ടും വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആരും തന്നെ ബാറ്റുകൾ ഉപേക്ഷിക്കേണ്ട എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ചെറിയ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു കൊതുക് ബാറ്റോ അല്ലെങ്കിൽ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കൊതുകിനെ ആകർഷിച്ച് കൊല്ലുന്ന രീതിയിലുള്ള ഉപകരണങ്ങളോ ഒക്കെ ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ അതിനുള്ള ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്